SI മാത്തമാറ്റിക്സിൽ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അവകലജങ്ങൾ, ഡെറിവേറ്റീവ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് മാർക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം, ഓരോ കൺസെപ്റ്റുകളും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോവാം. പ്രോബ്ലം ചെയ്യാൻ നമുക്കപ്പം ഈസി ആവും. ഓക്കെ, അപ്പോൾ അവകലജങ്ങൾ, ഡെറിവേറ്റീവ്സ് മലയാളം ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് എന്താ നോക്കാം. ഞാൻ ആദ്യം ഇംഗ്ലീഷിലാണ് പറയുന്നത്, നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ളത് ഇംഗ്ലീഷുമായിട്ടാണല്ലോ. സോ ഞാൻ ആദ്യം അത് പറഞ്ഞിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. Let y equal to f of x be a real valued function and a be any point in the domain. Let h be any real number. Then the derivative of f at a is defined by limit h tends to 0 f of a plus h minus f of a divided by h, provided this limit exists. And it is denoted by f dash of a. അതായത് നമുക്ക് y equal to f of x എന്ന് പറയുന്നൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്. അത് ഒരു ഡൊമൈനിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡൊമൈനിൽ ഒരു പോയിന്റാണ് a എന്ന് പറയുന്നത്. ഓക്കെ, ഇനി h എന്ന് പറയുന്ന ഒരു സ്മോൾ റിയൽ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് f എന്ന് പറയുന്ന ഫംഗ്ഷന് a എന്ന് പറയുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ലിമിറ്റ് h ടെൻസ് ടു 0 f of a plus h minus f of a divided by h. ഈ ഒരു f of a plus h minus f of a divided by hന്റെ ലിമിറ്റ് ആസ് h ടെൻസ് ടു 0 ആകുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് f അറ്റ് ദ പോയിന്റ് a എന്ന്. ഓക്കെ, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഡെറിവേറ്റീവ് ഉണ്ട്, ആ ഡെറിവേറ്റീവ് ഇന്നതാണ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് എ. ലിമിറ്റ് h ടെൻസ് ടു 0 f of a plus h minus f of a divided by h. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മലയാളീകരിച്ച് നോക്കാം. f ഒരു രേഖീയ ഏകതവും a അതിൻ്റെ മണ്ഡലത്തിലെ ഒരു ബിന്ദുവുമാണെന്നിരിക്കട്ടെ. ലിമിറ്റ് h ടെൻസ് ടു 0 f of a plus h minus f of a divided by h എന്ന സീമ നിലനിൽക്കുകയാണെങ്കിൽ ഈ സീമയെ എഫിൻ്റെ അവകലജമായി നിർവചിക്കാം. അതായത് എഫ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, എ എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമൈനിലെ ഒരു പോയിന്റാണ്, മണ്ഡലത്തിലെ ഒരു ബിന്ദുവാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ലിമിറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഈ ലിമിറ്റിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടോ, ഈ ലിമിറ്റ് നമുക്ക് നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ ഈ ലിമിറ്റിനെയാണ് നമുക്ക് ആ ഫംഗ്ഷൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിലെ അവകലജമായി എഴുതുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x എന്ന ഏകതത്തിൻ്റെ രണ്ടിലുള്ള അവകലജം, അതായത് 2 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ അവകലജം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇക്വേഷൻ ഇട്ടിട്ട് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സാധനം മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് 2 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം. ലിമിറ്റ് h ടെൻസ് ടു 0 f of a plus h, എക്ക് പകരം ഇവിടെ 2 plus h minus f of 2 divided by h. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 2 plus h, f of 2 plus h എന്താവും 3 into 2 plus h വരും അല്ലേ, മൈനസ് 2 into f of 2 എന്ന് പറഞ്ഞാൽ 2 into 3 divided by h. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, സ്ഥലമില്ല പുറത്തെഴുതാം. h is equal to ലിമിറ്റ് h ടെൻസ് ടു 0 6 plus h minus 6 divided by h. സോറി, ഇവിടെ 3h വരും. അപ്പോൾ ഇവിടെയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് ലിമിറ്റ് 3h by h, h ടെൻസ് ടു 0. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് എന്ത് കിട്ടും, 3. അപ്പോൾ നമുക്ക് ഈ ഒരു എഫ് ഡാഷ് ഓഫ് 2 കണ്ടുപിടിച്ചപ്പം നമുക്ക് ആ ഒരു ലിമിറ്റിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ട്. ആ ലിമിറ്റ് എത്രയാണ്, 3. അപ്പോൾ നമുക്ക് പറയാം ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x എന്ന ഏകതത്തിൻ്റെ 2 എന്ന് പറയുന്ന പോയിന്റിലുള്ള അവകലജം എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെന്താണെന്നുള്ളത് ഒന്ന് എന്താണ് ഇതിൻ്റെ ജോമെട്രിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തിയറീസ് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആവും. അതുകൊണ്ട് ആ ജോമെട്രിക്കൽ അപ്രോച്ചും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബിന്ദുവിലുള്ള അവകലജത്തിൻ്റെ ജ്യാമിതീയ വ്യാഖ്യാനം. ഇപ്പം എന്താ നോക്കാം നമുക്ക്. ഒന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളില്ലേ അതെന്താ. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരു കർവ് തന്നിട്ടുണ്ട്, y equal to f of x എന്ന് പറയുന്ന കർവ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഞാൻ 2 പോയിന്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പി ക്യു. ഓക്കെ, പിയിലുള്ള പോയിന്റ് എ ആണ്, അതിൻ്റെ ഇമേജ് എഫ് ഓഫ് എ ആണ്. ക്യു എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റ് എ പ്ലസ് എച്ച് ആണ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് എടുക്കുന്നത്. ഓക്കെ, ക്യൂവിലുള്ളത് എഫ് ഓഫ് ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. അപ്പോൾ ഞാനിവിടെ പി എന്ന് പറയുന്ന പോയിന്റിനെ എ എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുന്ന പോയിന്റിനെ ക്യൂ എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കാം, ഈ പി ക്യൂയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് ഞാൻ എടുക്കുന്നതെന്ന് സപ്പോസ് ചെയ്യാം. പി ക്യൂയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, സീക്കൻഡ് എന്ന് പറയും നമ്മളതിനെ.
ഒരു ലൈനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ലൈനിൻ്റെ സ്ലോപ്പ് എഴുതിക്കൂടെ? സ്ലോപ്പ്, അതായത് നമുക്ക് എന്താ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ? ആ സ്ലോപ്പ് ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് എന്താ കിട്ടാം? f of a + h മൈനസ്, ഇതാണ് y2, ഇതാണ് x1, സോറി ഇത് x2, ഇത് y2, ഇത് x1, ഇത് y1. അപ്പോൾ y2 f of a + h മൈനസ് f of a ഡിവൈഡഡ് ബൈ പിന്നെ a + h മൈനസ് a. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? f of a + h മൈനസ് f of a ഡിവൈഡഡ് ബൈ h എന്ന് കിട്ടും അല്ലേ? എയും ക്യാൻസൽ ചെയ്ത് പോയിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ h എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ ലീസ്റ്റ് ആക്കി കൊണ്ടുവരികയാണ്. ഈ h എന്ന് പറയുന്ന ഈ a + h ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഈ h എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ലാസ്റ്റ് ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്തിട്ട് ഈ പോയിന്റിലുള്ള ഒരു ടാൻജൻ്റ് ആയിട്ടല്ലേ കിട്ടുക ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അല്ലേ? ഞാൻ ഈ സീക്കൻ്റ് ആണ്, ഇങ്ങനൊരു സീക്കൻ്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ടാൻജൻ്റ് ആയിരിക്കും എനിക്ക് കിട്ടുക അല്ലേ? പിയും ക്യൂവും കൂടെ കോയിൻസൈഡ് ചെയ്യുമ്പോൾ എനിക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻ്റ് ആണ് കിട്ടുക. അതായത് ഞാനിവിടെ ചെയ്തത് ലിമിറ്റ് h→0 ഈ സ്ലോപ്പ് കണ്ടുപിടിച്ചു. അതായത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ടാൻജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെറിവേറ്റീവ് പറ്റിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യും, ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ജോമെട്രിക്കൽ ഫിഗർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടാൻജൻറ്റ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ആ ടാൻജൻറ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ f' എന്ന് പറയുന്നത് ടാൻ തീറ്റ ആയിരിക്കും. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഒരു ഏകദത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു ബിന്ദുവിൽ കണ്ടുപിടിക്കുന്ന അവകലജം ആ ഏകദത്തിൻ്റെ വക്രത്തിലെ ആ ബിന്ദുവിലെ തൊടുവരയുടെ ചെരിവായിരിക്കും. അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ഡൊമൈനിലൊരു പോയിന്റ്, ആ പോയിന്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിലെ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റ്, ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. ഒരു ഏകദത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു ബിന്ദുവിൽ കണ്ടുപിടിക്കുന്ന അവകലജം ആ ഏകദത്തിൻ്റെ വക്രത്തിലെ ആ ബിന്ദുവിലെ തൊടുവരയുടെ ചെരിവായിരിക്കും. ഓക്കെ, തൊടുവര എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് കേട്ടോ. അപ്പം അതായത് നമ്മൾ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. f' a എന്ന് പറയുന്ന പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് പി. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് ദ പോയിന്റ് പി. അതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. ഇവിടുത്തെ ഒരു ടാൻജൻറ്റ് സ്ലോപ്പ് എന്താണെന്നാണ് തീറ്റ പറയുന്നത്. ടാൻ തീറ്റ ഈക്വൽ ടു സ്ലോപ്പ് ആണെന്ന് നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇഫ് ദ ടാൻജൻറ്റ് ഈസ് പാരലൽ ടു ദ എക്സ് ആക്സിസ് ദെൻ ദ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് 0. ഇത് നിങ്ങൾ നോക്കാം, ടാൻജൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലൽ ആണ് എന്നാണെന്നുണ്ടെങ്കിൽ അത് ടാൻ 0 ആണല്ലേ വരിക. ടാൻജൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കർവ് എന്ന് വിചാരിക്കാം. ഇതാണ് നമ്മളുടെ, ഇവിടെയാണ് ഞാൻ വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ് ആക്സിസിനോട് ഇവിടുത്തെ ആംഗിളിനോട് അത് 0 ഡിഗ്രിയാണ് വരിക, ടാൻ 0 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ്, അപ്പം നമ്മൾ കാര്യം മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ടാണ് നമ്മൾ ടാൻജൻറ്റ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ആ പോയിന്റിലെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ആ പോയിന്റിലെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡെഫിനേഷൻ നോക്കാം. ഡെഫിനേഷൻ ഒന്നുമില്ല, ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ ഈ SCERT ടെക്സ്റ്റ് നോക്കി എഴുതിയപ്പം ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റേഷൻ വന്ന പോലെയുണ്ട്. ഇനി നിങ്ങൾ ക്ഷമിക്കാം, കാരണം ഇത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വലിയ ഒരു പണിയാണ്. മലയാളം എടുത്ത് വെച്ച് നോക്കണം, ഇംഗ്ലീഷ് നോക്കണം, അങ്ങനെ ഒത്തിരി പണിയുണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷന്. അപ്പോൾ ഒരുപാട് ടൈം വേണ്ടി വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് എനിക്ക് ഡിഗ്രി കുട്ടികൾക്ക് ക്ലാസ് ഇടണം. അപ്പോൾ ഈ ക്ലാസ് അങ്ങ് പെൻഡിങ് ആയിപ്പോയി. ഒരുപാട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് വന്നതായിരുന്നു, പക്ഷേ ഒരിടത്തെത്തിയപ്പോൾ സ്റ്റോപ്പായിപ്പോയി. വർക്ക് വന്നതുകൊണ്ടാണ്, ശരിക്കും നല്ല വർക്കാണ് ഇപ്പം, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഇനി ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം ഇടാൻ. എല്ലാ ടോപ്പിക്സും ഇടണം തന്നെയാണ് ആഗ്രഹം, നോക്കാട്ടോ. ഓക്കെ, എഫ് ഒരു രേഖീയ ഏകദമാവുകയും ലിമിറ്റ് h→0 f of x plus h minus f of x ഡിവൈഡഡ് ബൈ h എന്ന സീമ നിലനിൽക്കുകയും ചെയ്താൽ ഏകദം എഫിന് എക്സിൽ അപകലജമുണ്ടെന്ന് പറയാം. ഇതിനെ f' എന്ന് സൂചിപ്പിക്കുന്നു. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു സിംപ്ലി നമ്മൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്. സിംപ്ലി ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പോയിന്റിലാണ്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആണ് അല്ല അങ്ങനെ പറയില്ലേ. അത് എഫ് ഒരു
റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് x പ്ലസ് h മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ h. എക്സ് എന്ന് പറയുന്ന പോയിന്റ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല, എനി പോയിന്റ് ആയിക്കോട്ടെ. അതിൽ നമ്മൾ ഈ ഒരു സീമ ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു സീമ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയാം ഏകദം എഫിന് എക്സിൽ അവകലജമുണ്ടെന്ന് പറയാം. ഈ എക്സ് വേരി ചെയ്യും കേട്ടോ. അതിനെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം നമുക്ക് പറയാം തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഏതൊരു എക്സ് എടുത്താലും ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഈസ് ആൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയാം. അവകലജത്തിന്റെ ഈ നിർവചനം ആദ്യ തത്വത്തിൽ നിന്നുള്ള അവകലനം എന്ന് പറയുന്നു. അതായത് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഡിഫറൻഷിയേഷൻ അതായത് കോമൺ ആയിട്ട് ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ് എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത് എവിടെന്നാ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന ഡെഫിനേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിത് മാത്രം നോട്ട് ചെയ്താൽ മതി. ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അവകലജം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ഏരിയ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ അത് നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം അല്ലാത്തതുകൊണ്ട് ഞാൻ ആ സംഭവം പറഞ്ഞിട്ടില്ല കേട്ടോ. ജസ്റ്റ് അത് പറയാതെ പോവാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളൊന്ന് ആ ടെക്സ്റ്റ് എടുത്തൊന്ന് വായിച്ച് നോക്കുക എന്താണതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് h മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ h. അപ്പോൾ ഇത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ കോമൺ ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡാണ് ശരിക്കും ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് h മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ h. ഇതാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് അവിടുത്തെ പോയിന്റ് എക്സിൽ കണ്ടുപിടിക്കാൻ. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ ആണ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ കുറേ അധികം നോട്ട്സ് എഴുതിയിരിക്കുകയാണ്. ഒരുപാട് എന്താ പറയുക കുറേ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി, ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. ഒരു ഏകദത്തിന്റെ അവകലജം കണ്ടുപിടിക്കുന്ന പ്രക്രിയയെ അവകലനം എന്ന് പറയുന്നു. ഡിഫറൻസിയേഷൻ എന്നാൽ എന്താണ് പറയുന്നത്? എന്താണ് ആ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഒരു ഏകദത്തിന്റെ അവകലജം കണ്ടുപിടിക്കുന്ന പ്രക്രിയയെ അവകലനം എന്ന് പറയുന്നു. ഓക്കെ, രണ്ടാമത്തത് എഫ് എന്ന ഏകദത്തെ അവകലനം ചെയ്യാമെങ്കിൽ അവകലനീയ ഏകദം എന്ന് പറയുന്നു. അതായത് നമുക്കിപ്പം എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെങ്കിൽ നമ്മളതിനെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നു, അവകലനീയ ഏകദം എന്ന് പറയുന്നു. ടേംസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മലയാളം ടേംസുമായിട്ട് പരിചയമാവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ അവിടെ എവിടെയും കിടക്കുന്ന സാധനങ്ങളായിരുന്നു, ഒന്ന് ക്രോഡീകരിച്ച് എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ മലയാള പദം അത് കറക്റ്റായിട്ട് നിങ്ങൾ മൈൻഡിലേക്ക് എത്താം. അവകലജം, അവകലനീയം, അവകലനീയ ഏകദം, അവകലനം എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്ലൈറ്റ് ഡിഫറൻസ് ഇല്ലേ? അതെന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് സി പ്ലസ് h മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ h. ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് സി പ്ലസ് h മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ h എന്നിവ നിർവചിക്കപ്പെട്ടിരിക്കുകയും പരസ്പരം തുല്യമാകുകയും ചെയ്താൽ മാത്രമാണ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് h മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ h എന്ന സീമ സി എന്ന ബിന്ദുവിൽ നിർവചിക്കപ്പെടുന്നത്. അതായത് നമ്മൾ പറഞ്ഞു സി എന്ന് പറയുന്ന പോയിന്റിന് അവകലജം ഉണ്ട്, ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലാണ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, അത് ഈക്വൽ ആവുകയും ചെയ്യണം അല്ലേ? അതാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഇത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും h ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് സി പ്ലസ് h മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ചും ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് സി പ്ലസ് h മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ചും എക്സിസ്റ്റ് ചെയ്യണം, അതുപോലെ അത് ഡിഫൈൻ ചെയ്യണം, അത് ഈക്വൽ ആവുകയും ചെയ്താൽ മാത്രമേ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ ഓരോ പോയിന്റിലും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും, അതായത് നമുക്കിപ്പോൾ ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറെൻ്റ് ആയാൽ മതി. സോ നമ്മൾ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് മോഡിക്സിൻ്റെ കാര്യം അറിയില്ലേ? മോഡിക്സിൻ്റെ കാര്യത്തിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഈക്വൽ ആവാത്തതാണ് പ്രശ്നം. അപ്പോൾ ഇത് ഈക്വൽ ആവുകയും കൂടെ ചെയ്താൽ മാത്രമാണ് 0 ഇല്ല കേട്ടോ. 0 എന്ന് പറയുന്ന പോയിന്റിൽ മോഡിക്സ് കണ്ടിന്യൂസ് അല്ലല്ലോ, അല്ല സോറി ഡിഫറൻഷ്യബിൾ അല്ലല്ലോ അത്. ഓക്കെ, അപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ഈക്വൽ ആവുന്നില്ല 0 എന്ന് പറയുന്ന പോയിന്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഒരു ഏകദം അടഞ്ഞ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന ഇടവേളയിൽ അവകലനീയമാകണമെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ എല്ലാ ബിന്ദുക്കളിലും ഏകദം അവകലനീയമാകണം. ഇത് അടഞ്ഞ ഇടവേള എന്ന് പറയാം കേട്ടോ. ഒരു ഏകദം, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്ന ഇൻ്റർവലിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ എല്ലാ പോയിന്റ്സ് എടുത്താലും അവിടെ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം.
ഓക്കെ, അപ്പം അത് n പോയിന്റ്സ് അടക്കം എ ബി എന്ന പോയിന്റ് അടക്കം എല്ലാ പോയിന്റ്സിനും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഒരു ഏകദം ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ തുറന്ന ഇടവേള കേട്ടോ ഈ അവകലനമാകണമെങ്കിൽ അത് എയും ബിയും ഒഴികെയുള്ള മറ്റെല്ലാ ബിന്ദുക്കളിലും അവകലനീയമായാൽ മതി. അതായത് നമുക്ക് ഓപ്പൺ ഇന്റർവൽ എ ബി ഉണ്ട്, ആ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ എയും ബിയും ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റ്സിലും എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സിലും ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എഫ്, അതായത് ഇവിടെ നമ്മൾ n പോയിന്റ്സ് കൺസിഡർ ചെയ്യില്ല കേട്ടോ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ. അവിടെ ഫംഗ്ഷൻ വാല്യൂവിന് ഡെഫിനേഷനിൽ ചെറിയ പ്രശ്നം വരും, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ നമ്മൾ എ ബി എന്ന് പറയുന്ന ആ ഒരു n പോയിന്റ്സിനെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ പോയിന്റ്സും ആണ് എടുക്കുക. നെക്സ്റ്റ് എഫ് എന്ന ഏകദം സി എന്ന ബിന്ദുവിൽ അവകലനീയമാകണമെങ്കിൽ സിയിൽ തുടർച്ചയുള്ള ഏകദമായിരിക്കും. ദാറ്റ് ഈസ് എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അതായത് നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, സി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ അത് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ സി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ അത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും, തുടർച്ചയുള്ളതായിരിക്കും. അതായത് അവകലനീയം ഇംപ്ലൈസ് തുടർച്ചയുള്ളത്. ഓക്കെ, എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ബട്ട് കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ദാറ്റ് ഈസ് ഇതിന്റെ തിരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, പ്രസ്താവന ശരിയല്ല. അതായത് എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. ഓക്കെ, എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അതിന് എക്സാമ്പിൾ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് കണ്ടിന്യൂസ് ആണോ? മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്. കാരണം എന്താ, മോഡ് എക്സിന്റെ ഗ്രാഫ് ആലോചിക്കാം. മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, മോഡ് എക്സിന് എവിടെയും ബ്രേക്ക് ഒന്നും വരുന്നില്ല. പക്ഷേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് നിങ്ങൾ ഒരു ഐഡിയ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണല്ലേ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സീറോയിലാണ് കേട്ടോ, വളവൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു ഷാർപ്പ് എൻഡല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഈ ഷാർപ്പ് എൻഡ് വരുന്നിടത്തോളം ഡിഫറൻഷ്യബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഗ്രാഫൊക്കെയാണ് തരുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ഷാർപ്പ് എൻഡ് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറൻഷ്യബിൾ ആവില്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, ഇപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞിട്ട് പോവാം. കാരണം ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എല്ലാവരും പറയുന്നത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ലെസ് ദാൻ 0 അല്ലേ? അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ ഈ എക്സ് നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് മുകളിലേക്കുള്ള വാല്യൂവിനൊക്കെ എക്സ് ആണ്. അപ്പോൾ അവിടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഈ ഒരു ഡൊമൈൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് സെറ്റ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സിന് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. കാരണം ഇവിടെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, എക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി 1 ആണ്. ഓക്കെ, അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അവിടെയും സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് -1 ആണ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അതായത് ഇത് ബ്രാഞ്ച് മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, അത് 1 ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ -xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, അത് -1 ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ എവിടെയാണ് പ്രശ്നം വരുന്നത്? 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ്. 0ക്ക് അപ്പുറത്തേക്കും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, 0ക്ക് ഇപ്പുറത്തേക്കും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് ഇവിടെ പ്രശ്നമുള്ളത്. അപ്പോൾ അതെന്താണ് പ്രശ്നം എന്ന് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0 എന്ന് പറയുന്ന പോയിന്റിലാണ് ഡിഫറൻഷ്യബിലിറ്റി പ്രശ്നം. അപ്പം നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റിൽ പ്രശ്നമാണെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് 0 പ്ലസ് h മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ h. ഞാൻ എന്തുകൊണ്ടെങ്കിലും എഴുതിയെന്ന് മനസ്സിലായില്ല. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, കാരണം ബാക്കി എല്ലായിടത്തും അത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എഫ് ഓഫ് 0 പ്ലസ് h മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ h. ഇവിടെ എന്താ വരുന്നത്? ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ്, അതായത് 0യേക്കാളും കുറവുള്ള വാല്യൂസിന് ഇവിടെ എന്താ വരിക? എഫ് ഓഫ് h മൈനസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, ഡിവൈഡഡ് ബൈ h. ഇനി നിങ്ങൾ നോക്കാം, ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് 0യേക്കാളും കുറവുണ്ടാകുമ്പോൾ എഫ് ഓഫ് എച്ചിൻ്റെ വാല്യൂ എന്താ? 0യേക്കാളും കുറവായിരിക്കുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരിക? -x ആണല്ലേ വരിക. അതായത് ഇവിടെ -h ആണ് വരിക, -0 ഡിവൈഡഡ് ബൈ h. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് -h ഡിവൈഡഡ് ബൈ h. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ലിമിറ്റ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് -1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് h മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ h. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് h മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ h.
ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 0 പ്ലസ് 0യേക്കാളും കൂടുതലുള്ളതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എന്താ വരുന്നത്, എക്സ് ആണ് വരുന്നത്. സോ എഫ് ഓഫ് എച്ച് എന്താവും, അപ്പം നമുക്ക് എച്ച് ആയിട്ട് മാറും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് മൈനസ് 0 ഡിവൈഡഡ് ബൈ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 0 ആണ് കേട്ടോ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചപ്പോൾ 1ഉം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചപ്പോൾ -1ഉം ആണ് കിട്ടിയത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. സോ മോഡ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അവകലജങ്ങളുടെ ബീജഗണിതം, ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. അതായത് നമുക്ക് എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതായത് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതായത് ഇവിടെ കുറേ ഡീറ്റെയിൽസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു തിയറീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഗ്രിയുടെ കേസ് വരുമ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാം. കാരണം ആ കാര്യങ്ങളിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് കൂട്ടി പഠിക്കുന്നതല്ലേ. അതിനു മുമ്പ് ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്കിപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നും, അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നും, അതുപോലെ തന്നെ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മളതിനെ ഡി വൈ ബൈ ഡി എക്സ് എന്നൊക്കെ ഡിനോട്ട് ചെയ്യും. ഈ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ നിങ്ങൾക്ക് അറിയും എന്നെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് എഴുതി വെക്കാതെ തരുന്നത്. നോക്കാം. ഒരു പൊതുമണ്ഡലത്തിൽ അവകലജമുള്ള രണ്ട് ഏകതകളാണ് എഫ് ജി എന്നിവയെങ്കിൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട് എഫ് ജി, അത് രണ്ടും ഡിഫറൻഷ്യബിൾ ആണ്, രണ്ടിനും കോമൺ ഡൊമൈൻ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സം റൂൾ എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. അതായത് രണ്ട് ഫംഗ്ഷൻ സം ചെയ്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതും ഓരോ ഫംഗ്ഷനും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് സം ചെയ്യുന്നതും സെയിം ആണ്. Second one, d by dx of f of x minus g of x, which is equal to d by dx of f of x minus d by dx of g of x. അതായത് രണ്ട് ഫംഗ്ഷൻസ് ഡിഫറൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നതും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ഡിഫറൻസ് കാണുന്നതും സെയിം ആണ്. തേർഡ് വൺ, d by dx of f of x into g of x equal to f of x into d by dx of g of x plus g of x into d by dx of f of x. That is product rule. ഓർത്ത് വെക്കണം, ഗുണന നിയമമാണ് അവകലജത്തിൻ്റെ ഗുണന നിയമം. ഒരു രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്പിൾ ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. നമ്മളൊരു എല്ലാവരും ഈ ഒരു HSC എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവാം. യുവും വി ഒന്നും വെച്ചിട്ടായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. കുട്ടികളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് എപ്പോഴും യു വി ആണ് വേണ്ടത്. യു വി മീൻസ് എ ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി ഇക്വൽ ടു അങ്ങനെയാണ് അവർ പഠിച്ചു വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും പ്രോഡക്റ്റ് റൂൾ നമുക്ക് അറിയണം. ഗുണന നിയമം അവകലജത്തിൻ്റെ ഗുണന നിയമം നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് ഇത് ബൈ ഹാർട്ട് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് രണ്ട് ഫംഗ്ഷൻ്റെ റേഷ്യോ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ റൂള് ഹരണ നിയമം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹരണ നിയമം ഒരു അവകലജത്തിൻ്റെ രണ്ട് ഏകതകളുടെ ഹരണ നിയമമാണിത്. ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ആവാൻ പാടില്ല. പിന്നെ നമ്മളത് ഡൊമൈൻ എടുക്കുന്നത് അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് പറയാത്തത്. ഇനി നമുക്ക് മൂന്ന് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വരികയാണെങ്കിൽ എങ്ങനെയാണ് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് അവകലജത്തിൻ്റെ ബീജഗണിതം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ, ഫംഗ്ഷൻസിൻ്റെ അവകലജങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പം നമുക്കിപ്പം ഡെറിവേറ്റീവ്സ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, അതുപോലെ നമ്മളുടെ ഓൾജിബ്രായിക് ഫംഗ്ഷൻസ്, ലോഗറിതമിക്, എക്സ്പോണൻഷ്യൽ, അങ്ങനെ പറഞ്ഞിട്ട് ആ ലിസ്റ്റ് എഴുതിയിട്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ പോവാം. പക്ഷേ ടൈമിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ക്ലാസ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സിന് മുകളിലായി. സോ ഐ എം വെരി ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പബ്ലിസിറ്റി വല്ലാണ്ട് കൊടുത്ത ഒരാളല്ല. അപ്പം 500 സബ്സ്ക്രൈബേഴ്സ് അന്വേഷിച്ചറിഞ്ഞ് വന്ന ആളുകളാണല്ലോ. അപ്പോൾ ഭയങ്കരധികം സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരും എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. കാരണം കോസ്റ്റൊക്കെ ഭയങ്കര കൂടുതലാണ് കോച്ചിങ്ങിനൊക്കെ പോകുന്നവർക്ക്. അപ്പം ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം ഇനി. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി. ഓക്കെ, താങ്ക് യു.